ബോബി ചെമ്മണ്ണൂരിന് വഴിവിട്ട സഹായം നൽകിയെന്ന പരാതിയിൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കേസ്. ജയിൽ ഡിഐജി പി അജയ്കുമാർ, ജില്ലാ ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാം എന്നിവർക്കെതിരെയാണ് ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തത്. സൈഫുനിസ അലിയാർ നൽകും വിവരങ്ങൾ. സൈഫുനിസ അലിയാർ, വിവാദമായ സംഭവമാണ്, ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. വിവരങ്ങൾ. ഹണിറോസ് നൽകിയ ലൈംഗികാധിക്ഷേപ പരാതിയിലാണ് കാക്കനാട് ജില്ലാ ജയിലിൽ ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡിൽ വിട്ടിരുന്നത്. ഈ ബോബി ചെമ്മണ്ണൂരിനെ വഴിവിട്ട് സഹായിച്ചെന്ന വിഷയത്തിലാണ് ഇപ്പോൾ ജയിൽ ഡിഐജി പി അജയ്കുമാറിനും ജില്ലാ ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാം എന്നിവരുൾപ്പെടെ 8 പേർക്കെതിരെ ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തത്. ഇത് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ജനുവരി 10-ാം തീയതി ഉച്ചയ്ക്ക് 12:40 ജയിൽ ഡിഐജി കാക്കനാട് ജില്ലാ ജയിലിൽ സ്വകാര്യ വാഹനത്തിലാണ് 4 പുരുഷന്മാരും 2 സ്ത്രീകളും അടക്കമുള്ളവരുമായി എത്തുകയും ബോബി ചെമ്മണ്ണൂരുമായി ചട്ടം ലംഘിച്ച് കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കുകയും ചെയ്തത്. കൂടാതെ ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയും ചെയ്യുന്നത്. 200 രൂപ ഫോൺ വിളിക്കാനായി 200 രൂപയുടെ ഒരു നോട്ട് ബോബി ചെമ്മണ്ണൂരിന് കൈമാറുകയും ചെയ്തു എന്നാണ് ഈ എഫ്ഐആറിൽ പറയുന്നത്. വിഷയം പുറത്തു വന്നതോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. നേരത്തെ ഇവരെ സസ്പെൻഡ് ബോബി ചെമ്മണ്ണൂരിന് സഹായം നൽകിയെന്ന പരാതിയിലാണ് ജില്ലാ ജയിൽ സൂപ്രണ്ടിനും ജയിൽ ഡിഐജിക്കുമെതിരെ കേസെടുത്തത്.